ഭയങ്കര ഇഷ്ടമായി. എന്താ ഈ ഭയങ്കരം എന്ന് പറഞ്ഞാൽ? അല്ല, ഭയങ്കരം എന്നുള്ളതിന് കൂടുതൽ അർത്ഥമില്ല. പേടിപ്പെടുത്തുന്നത്. ഭയം എന്ന് പറഞ്ഞാൽ എന്താ? ഭയം, പേടി അല്ലേ? ശരിയല്ലേ? ഭയം, ഭീതി, പേടി, ഭീ ഒക്കെ പേടി എന്നർത്ഥം. ഭയം. ഭയം കരോതീതി ഭയങ്കരം. പേടിയെ ഉണ്ടാക്കുന്നത് എന്തോ അതാണ് ഭയങ്കരം. ഭയങ്കരത്തിന് വേറൊരു അർത്ഥമില്ല, ഒറ്റ അർത്ഥമേ ഉള്ളൂ, പേടിപ്പെടുത്തുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പേടിപ്പെടുത്തുന്ന ഇഷ്ടമായി. പേടിപ്പെടുത്തുന്ന ഇഷ്ടം. അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാവുമോ? പേടിപ്പെടുത്തുന്ന ഇഷ്ടം. ഭയങ്കരമായതിനെ ഇഷ്ടപ്പെടാം. ഞാൻ ഉദാഹരണം പറയാം. ചില ഹൊറർ സിനിമകളൊക്കെ നമ്മൾ കാണും ഇല്ലേ? ഏതെങ്കിലും പേര് പറയാമോ? എല്ലാവരും കൂടി പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. എന്തായാലും ശരി, മണിച്ചിത്രത്താഴോ? മണിച്ചിത്രത്താഴ് പേടിപ്പെടുത്തണമല്ലോ. മണിച്ചിത്രത്താഴ് ഞാൻ കണ്ടതാ. പേടിപ്പെടുത്തുന്നതല്ല, സൈക്കോളജിക്കലായിട്ടുള്ള. ഡ്രാക്കുളയോ? എന്തായാലും കൊള്ളാം. അങ്ങനെ ധാരാളം പേടിപ്പെടുത്തുന്ന തരം സിനിമകളൊക്കെ ഉണ്ടാവും. അതുപോലെ നാടകങ്ങൾ. പണ്ട് നമ്മളെ നാട്ടിൽ ഏറ്റവും അധികം കാലം ഓടിയൊരു നാടകത്തിൻ്റെ പേര് പറയാം, രക്തരക്ഷസ്. അതൊരുപാട് കാലം എറണാകുളത്തും കോഴിക്കോടും തിരുവനന്തപുരത്തും ഒക്കെ കളിച്ചിട്ടുണ്ട്. അപ്പം അതെന്താ വെച്ചാൽ പേടി നമ്മൾ ഇഷ്ടത്തോടു കൂടി പോയി അനുഭവിക്കും. അങ്ങനെ ചെയ്യാം. അപ്പം ഭയങ്കരമായതിനെ ഇഷ്ടപ്പെടാം, അല്ലാണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമാവാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഭയങ്കരം പേടിപ്പെടുത്തുന്നതാ. അപ്പം നമ്മളെന്താ വേണ്ടത് വെച്ചാൽ, ഭാഷ ഒരിക്കലും തെറ്റായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും മലയാളം ആയാലും സംസ്കൃതം ആയാലും ഏത് ഭാഷയായാലും ഒരിക്കലും ഭാഷ തെറ്റായിട്ട് പറയാൻ പാടില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തെറ്റായ ഭാഷാപ്രയോഗം നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ചിലർ പറയും, സ്വാമി അത് മുതിർന്നവരൊക്കെ പറഞ്ഞങ്ങനെ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടി വിയിൽ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ റേഡിയോയിൽ കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറയും. ശരിയാ, ടി വിയിലൊക്കെ അധികം ആൾക്കാരും തെറ്റായ ഭാഷയാണ് പറയണത്. അധികം ആൾക്കാരും ഉപയോഗിക്കണ ഭാഷ തെറ്റാ. അപ്പം നമ്മൾ തെറ്റ് പറയാൻ പാടുണ്ടോ? ഉണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇല്ല. ഇപ്പം നമ്മൾ നാട്ടിലേതാ സംസാരിക്കുന്നേ? മലയാളം എന്ന് പറഞ്ഞാൽ ശുദ്ധ മലയാളം പറയണൊരു വളരെ ചുരുക്ക. കൂട്ടിക്കലർത്തിയിട്ടാ പറയുക. കുറേ ഇംഗ്ലീഷ് വാക്കും എല്ലാം കൂടി കൂട്ടിയിട്ടാ പറയുക. ഒരവിയൽ പരുവായിട്ടാ പറയുക. പിന്നെ നിങ്ങൾക്ക് ലോകത്തിൽ ഏറ്റവും അധികം സ്ഥലങ്ങളിൽ പോകണമെങ്കിൽ ഏറ്റവും അധികം അറിയേണ്ട ഭാഷ ഏതാ? ഇംഗ്ലീഷ്. ലോകത്തിൽ ഏറ്റവും അധികം ആൾക്കാർ പറയുന്ന ഭാഷ ഏതാ? അല്ല, ചൈനീസാണ്. ഏറ്റവും അധികം പറയുന്ന ഭാഷ ചൈനീസിലെ ഒരു ഡയലക്റ്റാണ്. അതിൻ്റെ പേര് സ്വാമിക്ക് ഓർമ്മയില്ല, ആർക്കെങ്കിലും അറിയിച്ചാൽ പറയാം. മാൻഡറിൻ. പിന്നെയോ ഏറ്റവും അധികം പ്രദേശത്ത് പറയുന്ന ഭാഷ ഏതാണെന്നറിയാം? തമിഴല്ല, സ്പാനിഷ് സൗത്ത് അമേരിക്കയിലും യൂറോപ്പിലൊക്കെ വളരെ വ്യാപകമായിട്ട് പറയും. ഇരിക്കട്ടെ, നമുക്ക് ഇംഗ്ലീഷ് നല്ലോണം ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ സഞ്ചരിക്കാം ഒരു പ്രയാസവും ഇല്ലാതെ. ഭാരതത്തിൽ പൊതുവെ ഏറ്റവും അധികം പറയേണ്ടുന്ന ഭാഷ ഏതാ? ഹിന്ദി.